ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഫെബിൻ. നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലുള്ള 10th ലെവൽ പ്രിലിമിനറി കഴിഞ്ഞു. കമ്പാരറ്റീവ്ലി ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിനെ അപേക്ഷിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് കാര്യം അറിയാം. കുറച്ചല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറഞ്ഞൊരു രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേജിൽ എഴുതിയവരെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ മൂന്നാമത്തെ സ്റ്റേജിൽ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് മീൻസ് നിങ്ങളുടെ ഒരു ആവറേജ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു. മൂന്നാമത്തെ സ്റ്റേജിലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ മാർക്കുകളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിനും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഇതൊരു 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വ്യക്തി ആര് എന്നതാണ് ചോദ്യമായിട്ടുള്ളത്. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി എന്നതാണ് ശരി ഉത്തരം അല്ലെ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആരാണ്? ഓക്കെ, KR നാരായണൻ, അദ്ദേഹമാണ് ഇതായിട്ടുള്ളത്. ഓപ്ഷൻ ബി. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. ആദ്യമേ ഞാൻ പറയാം, നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അത് വെറുതെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസറുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നതിൽ ബദലായിട്ട് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എടുക്കുന്ന സെഷന് അന്നന്ന് തന്നെ പഠിച്ചു പോകാം. നമ്മൾ ഇതുപോലെയുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തും. അതുപോലെ എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു പോയാൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരമുണ്ട് കേട്ടോ. രണ്ടാമത്തേതിന് ആൻസർ എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാം. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യത്തെ ഇസ്ലാം മതസ്ഥൻ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ആദ്യത്തെ ഇസ്ലാം മതസ്ഥൻ ആരാണ്? ഓപ്ഷൻ എ ഓർത്തിരിക്കുക, ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓപ്ഷൻ എ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ആദ്യത്തെ സിഖ് മതസ്ഥൻ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ആദ്യത്തെ സിഖ് മതസ്ഥൻ ആരാണ്? ഓപ്ഷൻ ഡി എന്നോർത്തിരിക്കുക, ഗ്യാനി സെയിൽ സിംഗ് ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ആദ്യത്തെ സിഖ് മതസ്ഥൻ. ഗ്യാനി സെയിൽ സിംഗ് ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ആദ്യത്തെ സിഖ് മതസ്ഥൻ. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആദ്യത്തെ സിഖ് മതസ്ഥൻ ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആദ്യത്തെ സിഖ് മതസ്ഥൻ ആരാണ്? ഓപ്ഷൻ ഡി എന്നോർത്തിരിക്കുക, മൻമോഹൻ സിംഗ്, അദ്ദേഹമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആദ്യത്തെ സിഖ് മതസ്ഥൻ ആരാണ്? മൻമോഹൻ സിംഗ്. കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് ആരാണ്? കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന വ്യക്തി ആരാണ്? കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന വ്യക്തി. എല്ലാവരും ആൻസർ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ എ എന്നോർത്തിരിക്കുക, രാജീവ് ഗാന്ധിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന വ്യക്തി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന വ്യക്തി ആര്? രാജീവ് ഗാന്ധി. ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന വ്യക്തി ആര്? ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഉത്തരം എല്ലാവർക്കും കിട്ടിയില്ലേ? യെസ്, വെരി ഗുഡ്. നല്ല ആവേശത്തോടെ, എന്താണോ ഒരു മടിയൊക്കെ ഇല്ല, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, യെസ്, ഓപ്ഷൻ ബി എന്നോർത്തിരിക്കുക, മൊറാർജി ദേശായി അല്ലേ? ഓപ്ഷൻ ബി മൊറാർജി ദേശായി.
ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി. ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി ആര്? ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി ആര്? യെസ്, ഓപ്ഷൻ ബി എന്നോർത്തിരിക്കുക. ഓപ്ഷൻ ബി ചരൺ സിംഗ് ആണല്ലേ. ഓപ്ഷൻ ബി ചരൺ സിംഗ് ആണ് അദ്ദേഹത്തുള്ളത് ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ചിരിക്കുന്ന വ്യക്തിയാര്? സോ ഓപ്ഷൻ എ എന്നോർത്തിരിക്കുക, ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ചിരിക്കുന്ന വ്യക്തി. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ചിരിക്കുന്ന നേതാവ് ആരാണ്? എല്ലാവരും നല്ല ഉഷാറായിട്ട് നല്ല എനർജി ആയിട്ട്, കാരണം വെച്ചാൽ വരുന്ന പരീക്ഷകൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്ന് വിചാരിച്ചിട്ട് എനർജി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ആൻസർ പറയുക. 10ന്റെ ആൻസർ പറഞ്ഞോളൂ. യെസ്, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ പിന്നീട് ആരാ? ഇന്ദിരാഗാന്ധി. നെഹ്റു കുടുംബമല്ലാത്തവരിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം വഹിച്ചിരിക്കുന്ന വ്യക്തി. യെസ്, 11ന്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ 11ന്റെ ആൻസർ ഓപ്ഷൻ സി മൻമോഹൻ സിംഗ് ആണ്. ഓപ്ഷൻ സി മൻമോഹൻ സിംഗ് ആണ് നെഹ്റു കുടുംബ അംഗമല്ലാത്തവരിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ചിരിക്കുന്ന നേതാവ്. യെസ്, ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? സോ ആൻസർ ഈസ് 12ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി എന്ന് ഓർത്തിരിക്കാം. മൊറാർജി ദേശായി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? കാലാവധി തികച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? പതിമൂന്നിൻ്റെ ആൻസർ. ഓക്കെ, ആൻസർ ഞാൻ പറയാണ്. ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക. എ ബി വാജ്പേയി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കാലാവധി തികച്ചിരിക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? എ ബി വാജ്പേയി. ഭാരതരത്ന നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഭാരതരത്ന നേടിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? സോ ഉത്തരം എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ് ഭാരതരത്ന നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റു. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന അർഹനായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന അർഹനായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി. ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന അർഹനായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഷിംല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന പ്രധാനമന്ത്രി.
ഷിംല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന പ്രധാനമന്ത്രി. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി എന്നോർത്തിരിക്കുക. ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയിലെ ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയാണ് എന്തായിട്ടുള്ളത് ഷിംല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പറഞ്ഞോളൂ. സോറി, ഷിംല കരാറിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഷിംല പറഞ്ഞു. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന പ്രധാനമന്ത്രി. താഷ്കന്റ് കരാറിൽ ആരാണ്? ഷിംല കരാറിന് മറന്നു പോകരുത്. പരസ്പരം ഈ കരാറുകൾ ചോദിക്കുന്നത് മാറിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. സോ മറന്നു പോവാതെ താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? യെസ്, ഓപ്ഷൻ ബി എന്നോർത്തിരിക്കുക. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അല്ലേ. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആരാണ്? അത് ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ആര്? ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. 18ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞേ. യെസ്, ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ഓപ്ഷൻ സി എ ബി വാജ്പേയി ആണ്. ലാഹോർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആരാണ്? എ ബി വാജ്പേയി. പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? എല്ലാവരും നല്ല ഉഷാറായിട്ട് മാക്സിമം നിങ്ങളെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാത്ത എത്ര പേരുണ്ട്? എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. പറഞ്ഞോളൂ. യെസ്, പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? പതിനെട്ടാം. യെസ്, ഓൾമോസ്റ്റ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. വെരി ഗുഡ് ആൻസർ. യെസ്, ഓപ്ഷൻ ഡി എന്ന് ഓർത്തിരിക്കുക. ആരാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ. ആരുടെ? ജവഹർലാൽ നെഹ്റു. ഏത് പ്രധാനമന്ത്രിയാണ് ചൈനയുമായി പഞ്ചശീല കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് ചൈന പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? പറഞ്ഞു. യെസ്, പറഞ്ഞോ. ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് ചൈനയുമായി പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? യെസ്, ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് അല്ലേ. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് അല്ലേ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയിൽ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ത്യയിൽ ആദ്യമായിട്ട് അണുവിസ്ഫോടനം നടത്തിയിരിക്കുന്ന സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? യെസ്, ആൻസർ കിട്ടിയ. യെസ്, ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്തായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ അണുവിസ്ഫോടനം നടത്തിയിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? 22. യെസ്, ഓപ്ഷൻ ബി ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക. എ ബി വാജ്പേയി ആണ് അല്ലേ. ഓപ്ഷൻ എ ബി വാജ്പേയി. ഓപ്ഷൻ എ ബി വാജ്പേയി. സാർക്ക് എന്ന സംഘടന രൂപവൽക്കരിച്ചപ്പോൾ ആരായിരുന്നു നമ്മുടെ
പ്രധാനമന്ത്രി ആരാ? സാർക്ക് എന്ന് പറയുന്ന സംഘടന. ആരായിരുന്നു സാർക്ക് എന്ന് പറയുന്ന സംഘടന? 23-ാമത്തെ ആൻസർ യെസ്. ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക. ആരാ? ഓപ്ഷൻ ബി പറഞ്ഞ യെസ്. ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി അല്ല, രാജീവ് ഗാന്ധി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സാർക്ക് എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ ആരായിരുന്നോ ഇന്ത്യയിലെ പ്രസിഡന്റ്? സാർക്ക് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചപ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ പ്രസിഡന്റ്? പറഞ്ഞു. യെസ്. 24-ന്റെ ആൻസർ ഓപ്ഷൻ സി എന്നോർത്തിരിക്കുക. ഗ്യാനി സെയിൽ സിംഗ് ഇല്ലേ? ഗ്യാനി സെയിൽ സിംഗ് ആണ് സാർക്ക് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഗ്യാനി സെയിൽ സിംഗ്. രാജ്യസഭാ അംഗമായിരിക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആദ്യ നേതാവ് ആരാണ്? രാജ്യസഭാ അംഗമായിരിക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആദ്യത്തെ നേതാവ് ആരാണ്? സോ ഉത്തരം ഓപ്ഷൻ ബി എന്നോർത്തിരിക്കുക. ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രാജ്യസഭയിൽ മാത്രം അംഗത്വം ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജ്യസഭയിൽ മാത്രം അംഗത്വം ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. സോ 26-ന്റെ ആൻസർ ഓപ്ഷൻ ഡി എന്നോർത്തിരിക്കുക. മൻമോഹൻ സിംഗ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം എന്തു പേരിലാണ് അറിയുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക. ശാന്തിവൻ അല്ലേ? ഓപ്ഷൻ സി ശാന്തിവൻ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക. വിജയഘട്ട് അല്ലെ? ഓപ്ഷൻ എ വിജയഘട്ട്. ലോക്സഭാ സ്പീക്കർ എന്ന പദവി വഹിച്ചതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി? ലോക്സഭാ സ്പീക്കർ പദവി ശേഷം രാഷ്ട്രപതിയായിരിക്കുന്ന ഏക വ്യക്തി ആരാണ്? സോ ആൻസർ നീലം സഞ്ജീവ റെഡ്ഡി. ആരാണ്? ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. ഗവർണർ പദവി വഹിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തിയിരിക്കുന്ന ആദ്യത്തെ നേതാവ്? ഗവർണർ പദവി വഹിച്ചതിന് ശേഷം പ്രസിഡന്റ് പദവിയിലെത്തിയിരിക്കുന്ന ആദ്യ നേതാവ്? സോ എല്ലാവരും നല്ല ഈഗർലി കമൻറ്റ് ചെയ്ത്, എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ നിങ്ങൾ എന്താണ് ഫ്രണ്ട്സുകൾക്ക് അയച്ചു കൊടുക്കാതെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തത്, നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ കൂട്ടുകാരോടെയും വരട്ടെ അല്ലേ? നിങ്ങൾക്കൊരു കമ്പനി സ്റ്റഡി പോലെ നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് നമുക്കിങ്ങനെ പോകാമല്ലോ അല്ലേ?
ഓക്കെ. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക. വെരി ഗുഡ് ആൻസർ. ഓപ്ഷൻ എ സക്കീർ ഹുസൈൻ അല്ലേ? ഓപ്ഷൻ എ സക്കീർ ഹുസൈൻ. ആരാടാ? ഓപ്ഷൻ എ സക്കീർ ഹുസൈൻ. ഏറ്റവും കുറഞ്ഞ വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കുറവ് ഭൂരിപക്ഷം കേട്ടോ. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ്? 31 ആൻസർ എന്ന് പറഞ്ഞേ. കുറഞ്ഞ വോട്ടിന് ഭൂരിപക്ഷത്തിൽ. സോ ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കാം. വി ഗിരി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വോട്ടിൽ ജയിക്കപ്പെട്ടിട്ടുള്ളത് ആരാണ്? വി ഗിരിയും. ഏറ്റവും കൂടുതൽ എണ്ണം വോട്ടിന് ഭൂരിപക്ഷത്തിലെ കുറവ് നമ്മൾ പഠിച്ചു അല്ലേ? കുറേ പേര് ചിരിക്കുന്നുണ്ടല്ലേ? സോ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? കൂടുതൽ ഭൂരിപക്ഷത്തിന് നേടിയിരിക്കുന്നത് ആര്? കൂടുതൽ 32ാമത്തെ ആൻസർ നോക്കിയേ. 32. യെസ്, വെരി ഗുഡ് ആൻസർ. ഓപ്ഷൻ ഡി KR നാരായണൻ. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ശതമാനം വോട്ടിന് ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അതൊക്കെ മറന്നു പോവാതെ നാളത്തേക്ക് പഠിച്ചു വരണം കേട്ടോ. അല്ലേ? 33ാമത്തത് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ശതമാനത്തിൽ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ്? 33 എന്ന് പറഞ്ഞു നോക്കിയേ. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങളെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അന്നേരം തന്നെ എന്ത് ചെയ്യാം? അപ്ലോഡായി കിട്ടും അല്ലേ? എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഏറ്റവും കൂടുതൽ ഒന്ന് നോക്കിയാൽ അറിയില്ലെങ്കിൽ പാസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 33ാമത്തത് ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിനാണ് ശതമാനാടിസ്ഥാനത്തുള്ള ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തി വിജയിച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ? അടുത്തതിലേക്ക് പോവാം. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്നുള്ള പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണ്? മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എല്ലാവർക്കും അറിയണമല്ലേ? തെറ്റിക്കരുത് കേട്ടോ. യെസ്, ഓപ്ഷൻ ബി വെങ്കട്ടരാമൻ. ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക. വെങ്കട്ടരാമൻ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എമിനന്റ് ഇന്ത്യൻ രചിച്ചിരിക്കുന്ന ആരാണ്? 35. എമിനന്റ് ഇന്ത്യൻ രചിച്ചിരിക്കുന്നത് ആര്? എമിനന്റ് നമ്മൾ പറഞ്ഞു അല്ലേ? സോ അതൊക്കെ ഇനി മറന്നു പോകാതെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കുക. ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രപതി ആര്? ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രപതി. ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രപതി. ഡോക്ടർ സക്കീർ ഹുസൈൻ അല്ലേ? സക്കീർ ഹുസൈൻ. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രപതി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രപതി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രം. ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലേ? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആക്ടിംഗ് പ്രസിഡന്റ് പദം വഹിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? സോ ഓപ്ഷൻ ബി ഹിദായത്തുള്ള. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്?
ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രപതി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രപതി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രപതി. ഓപ്ഷൻ ഡി എന്ന് ഓർത്തിരിക്കുക, നീലം സഞ്ജീവ റെഡ്ഡി അല്ലേ? ഓപ്ഷൻ ഡി നീലം സഞ്ജീവ റെഡ്ഡി. എല്ലാവരും നോട്ട് ചെയ്തണം, പഠിക്കണം കേട്ടോ. ഇതൊരു ഫ്രീ ക്ലാസ് ആണെന്ന് വിചാരിക്കേണ്ട. നാളെ ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും. സ്വതന്ത്രനായി മത്സരിച്ച് രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? സ്വതന്ത്രനായി മത്സരിച്ച് രാഷ്ട്രപതി സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ആദ്യത്തെ വ്യക്തി. യെസ്, ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പദവിയിലിരിക്കെ അന്തരിച്ചിരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ചിരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക, ഡോക്ടർ സക്കീർ ഹുസൈൻ. പദവിയിലിരിക്കെ അന്തരിച്ചിരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. പദവിയിലിരിക്കെ അന്തരിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രസിഡന്റ്? പദവിയിലിരിക്കെ അന്തരിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ചിരിക്കുന്ന രണ്ടാമത്തെ പ്രസിഡന്റ്. ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക, ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലെ? ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക, ഓപ്ഷൻ സിയിലെ ഓപ്ഷൻ സി ആരാ? വി ഗിരി അല്ലേ? ഓപ്ഷൻ സി വി ഗിരി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ആരായിരുന്നു രാഷ്ട്രപതി? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ആരായിരുന്നു രാഷ്ട്രപതി? സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ആരായിരുന്നു രാഷ്ട്രപതി? 45. സോ ആൻസർ ഓപ്ഷൻ ബി എന്ന് ഓർത്തിരിക്കുക, ശങ്കരനാരായണൻ അല്ലെ? ഓപ്ഷൻ ബി ശങ്കരനാരായണൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? 46. യെസ്, ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക, ഫക്രുദ്ദീൻ അലി അഹമ്മദ് അല്ലെ? ഓപ്ഷൻ എ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓപ്ഷൻ എ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ഓപ്ഷൻ സി എന്ന് ഓർത്തിരിക്കുക, കെ ആർ നാരായണൻ അല്ലെ? ഓപ്ഷൻ സി കെ ആർ നാരായണൻ. ഓപ്ഷൻ സി കെ ആർ നാരായണൻ. 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ രാഷ്ട്രപതി ആരായി? 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു?
48ാമത്തത്. യെസ്, ഓപ്ഷൻ ഡി എന്നോർത്തിരിക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത്. തത്വചിന്തകനായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? തത്വചിന്തകനായിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? 49. യെസ്, ഓപ്ഷൻ ഡി എന്നോർത്തിരിക്കുക. ഓപ്ഷൻ ഡി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായിരിക്കുന്ന പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏകദാസത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുൻ രാഷ്ട്രപതി ആരാണ്? ഏകദാസത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുൻ രാഷ്ട്രപതി ആരാണ്? 50ാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 50 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം നമുക്കൊരു 400 ക്വസ്റ്റ്യൻസുകളാണ് PSC ബുള്ളറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗങ്ങളിൽ നമുക്കുള്ളത്. രാഷ്ട്രപതി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. സോ നമുക്കത് എല്ലാ ക്വസ്റ്റ്യൻസുകളും പഠിക്കണം. നിങ്ങൾ ഈ 50 ക്വസ്റ്റ്യൻസുകൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മാറണം. സോ PSC പഠിച്ചു തുടങ്ങുന്ന കുറേ പേരുണ്ട് എങ്ങനെയാണ് എവിടെയാണെന്നുള്ളത്. സോ നമ്മളെ മുമ്പിൽ സിലബസ് ഉണ്ട്. സിലബസ് പ്രകാരം വൃത്തിയായിട്ട് നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട്. സോ 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്ത് യെസ്, ഓപ്ഷൻ എ എന്ന് ഓർത്തിരിക്കുക. ഗ്യാനി സെയിൽ സിംഗ് ആണ് ഏകദാസത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുൻ രാഷ്ട്രപതി. ഗ്യാനി സെയിൽ സിംഗ്. സോ മറന്നു പോവാതെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ എത്ര പേരുണ്ടോ? യെസ്, കുറേ പേരുണ്ടല്ലോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തേ. നിങ്ങളുടെ അഭിപ്രായം മറന്നു പോവാതെ കമൻ്റായിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എത്ര മാർക്ക് കിട്ടിയെന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ ലൈവ് ചാറ്റിലല്ല, അല്ലാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാം. അഭിപ്രായങ്ങൾ മറന്നു പോകാത്ത മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ ഈ കുഞ്ഞു ഫാമിലി നമുക്ക് ഒരു ബിഗ് ഫാമിലി ആയിട്ട് മാറ്റാം. ഓക്കെ, സോ എല്ലാവർക്കും ഒരു ശുഭദിനം. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. വി വിൽ ഡു ദാറ്റ്. നമുക്കത് കിട്ടും. ഓക്കെ, നമുക്കേ കിട്ടും. നമുക്കൊരു ജോലി കിട്ടും. ഉറപ്പാണ് കേട്ടോ, ഉറപ്പാണ്. ധൈര്യമായിട്ട് പഠിച്ചോ. അപ്പോൾ എൻ്റെ പേര് അറിയില്ലെങ്കിൽ എൻ്റെ പേര് ഫെബിൻ എന്നാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും ഒരു ജോലി കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ഹായ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ലേ? ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിങ്ങൾ ഈ ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുക. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ് കാണാം. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഒരു ബെല്ലൈക്കൺ കാണാം. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇവിടെ ലൈക്ക് എന്നുള്ളൊരു തംസപ്പിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും കാണാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്താ സബ്ജക്റ്റുകൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻ്റായിട്ട് ചെയ്യാം. അപ്പോൾ മറന്നു പോകാണ്ട് സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഫ്രീ ആണ്, നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അല്ലാണ്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിൻ്റെ കാര്യമൊന്നുമല്ല. ഇതിന് യാതൊരു പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ് യൂട്യൂബിൻ്റെ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് ലഭിക്കൂ. ഓൾ എന്ന് കൊടുക്കണം കേട്ടോ. പിന്നീട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതേ ചാനലിൻ്റെ പേരിൽ തന്നെയാണ് ടെലഗ്രാമിനുള്ളത്. ടെക്സോൺ PSC എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ചാനലിൻ്റെ പേരിൽ തന്നെയാണ് ടെലഗ്രാം ചാനലുള്ളത്. ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് നോക്കിയാലും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.